ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 50 രൂപയുടെ അഡീനിയം പ്ലാന്റുകൾ സെയിലിന് വെച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിൻ്റെ അപ്രൂട്ടിങ് വാഷിങ്ങൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആ പ്ലാന്റുകളിൽ തന്നെ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ബാക്കി വന്നത്. നമ്മളതൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഓർഡർ എടുത്തിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്രൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഇതിനകത്ത് റോട്ട് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 400 പ്ലാന്റുകളാണ് നമ്മൾ ഓർഡർ എടുത്തത്. ഇപ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ഓർഡർ എടുക്കുന്നുണ്ട്. നമ്പർ ഇതിനകത്ത് കൊടുക്കാം. നമ്പറിലേക്ക് ആരും കോൾ ചെയ്യരുത്, വാട്സപ്പ് ചെയ്യുക മാത്രം ചെയ്യുക. അപ്പോൾ 5 പ്ലാന്റിൻ്റെ 50ൻ്റെ പ്ലാന്റ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 30ൻ്റെ സോൾഡ് ഔട്ടാണ്. പിന്നെ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളും അവൈലബിൾ ആയിട്ടുണ്ട്. ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ കാറ്റലോഗിനായിട്ട് ആവശ്യപ്പെടുക. 50ൻ്റെ പ്ലാന്റുകൾ 5 എണ്ണമാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ 10 എണ്ണം 20 എണ്ണം ഒന്നും കൊടുക്കുന്നില്ല, 5 എണ്ണമായിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഒരുവിധം എല്ലാവർക്കും പ്ലാന്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറേ പേരുടെ സംശയമാണ് ഇത് എത്ര കളറുണ്ട്, കളറുകളുടെ ഫോട്ടോ അയക്കാനൊക്കെയാണ് പലരും വാട്സപ്പ് ചെയ്യുന്നത്. ഞാൻ പല പ്രാവശ്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്, ഇത് റൂട്ട് സ്റ്റോക്ക് പ്ലാന്റുകളാണ്. ചിലതൊക്കെ ക്രോസ് പോളിനേഷൻ വഴി ഉണ്ടാകുന്ന പ്ലാന്റുകൾ ഉണ്ടാവും, അതിനകത്ത് വേറെ കളറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊരു സാധ്യത മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ നോർമൽ പിങ്ക് ആൻഡ് വൈറ്റ് ആണെന്ന് തന്നെ വിചാരിക്കുക നിങ്ങൾ. ഇതിൽ കൂടുതലായിട്ട് ഒരു വർഷത്തിന് മേലെയുള്ള പ്ലാന്റുകളാണ്. നിങ്ങൾക്ക് പ്ലാന്റ് സൈസ് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല പ്ലാന്റ് സൈസാണ്. അപ്പോൾ ഈ പ്ലാന്റ് സെയിം പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത്. 4 ഇഞ്ച് പോട്ട് സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഹോം ഡെലിവറി ആയിട്ടാണ് അയക്കുന്നത്. പോസ്റ്റിൽ മാത്രമേ നമ്മൾ അയക്കുന്നുള്ളൂ, DTDC അയക്കുന്നില്ല. അപ്പോൾ 5 പ്ലാന്റുകൾക്ക് 250 രൂപയാണ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും. പിന്നെ കുറച്ച് പേരുടെ സംശയമാണ്, അതായത് ഈ പ്ലാന്റുകൾ നമ്മൾ നടുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ, അതെങ്കിൽ നമുക്ക് ആൾറെഡി ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റുകൾ വിടുന്നത്. 3 ദിവസത്തോളം നമ്മൾ ഡ്രൈ ചെയ്തിട്ടാണ് ഈ പ്ലാന്റുകൾ വിടുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ നിങ്ങൾക്ക് ചെറിയ വേരുകൾ കട്ട് ചെയ്തിട്ട് സാഫ് ഒന്ന് പുരട്ടിയിട്ട് ഒന്ന് ഫാനിൻ്റെ താഴെ നമ്മൾ ഉണങ്ങിയതിന് ശേഷം പ്ലാന്റ് പോട്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ 5 പ്ലാന്റിൻ്റെ സെറ്റ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ പ്ലാന്റ് സൈസാണ് നമ്മൾ അയക്കുന്നത്. 50ൻ്റെ പ്ലാന്റ്. 30ൻ്റെ പ്ലാന്റ് ഒരു 250 പ്ലാന്റോളം നമ്മൾ ഈ ആഴ്ച തന്നെ ഡെസ്പാച്ച് ചെയ്യും. അതിന് ഓർഡർ എടുക്കുന്നില്ല. ഇതിപ്പോൾ 50ൻ്റെ പ്ലാന്റ് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ. പിന്നെ കാറ്റലോഗ് പ്ലാന്റ്സ്, അതായത് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളിൽ മാത്രമേ നമുക്ക് കളറ് പറയാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ സെൽഫ് ടൈമർ ഓട്ടോ ഡിലീറ്റ് ടൈമർ വെച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കില്ല. കാരണം ഓർഡർ എടുത്താലും പിന്നെ അത് നഷ്ടമാവും. പിന്നെ നമുക്ക് അയച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കംപ്ലൈൻറ്റുകൾ വരും. അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കില്ല. പിന്നെ ഇനി കളർ ഏതാണെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കില്ല. കാരണം ഒരുപാട് മെസ്സേജുകൾ കോൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പരമാവധി നമ്മൾ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. കാരണം ഒരു പരിധിയുണ്ട്. കാരണം നമ്മളൊരു 100-250 കോളൊക്കെ ഒരു ദിവസം വരുമ്പോൾ നമുക്ക് തന്നെ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഫുള്ള് കാണാത്തതുകൊണ്ടാണ്. എന്നാലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ഒരുപാട് എല്ലാ മെസ്സേജിനും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ടുമാണ് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് പാലക്കാട് നിന്നാണ് അയക്കുന്നത്. കേരളത്തിലെ പ്ലാന്റ്സ് തന്നെയാണ്, നമ്മുടെ ഹോം ഗാർഡനിലെ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ആളുകളെ കളക്ട് ചെയ്യാൻ നമ്മൾ എൻ്റർടൈൻ ചെയ്യില്ല. കാരണം നമ്മൾ ആൾറെഡി വർക്കിംഗ് പേഴ്സണാണ്. പിന്നെ അതുമല്ല, നമ്മൾ വീട്ടിൽ പ്രൈവസി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊറിയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സെയിം പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അയക്കുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പ്ലാന്റ് പോട്ടിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കാണാൻ അത്യാവശ്യം സാധിക്കില്ല. ഇത് അപ്രൂട്ട് ചെയ്ത പ്ലാന്റുകളാണ്. ഇത് വാഷ് ചെയ്യുന്ന പ്ലാന്റുകളാണ്. ഈ സെയിം പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത്. ഇതൊരു ആവറേജ് പ്ലാന്റ് സൈസാണ് കേട്ടോ. ഇത് ഞാനൊരു 5 പ്ലാന്റ് സെലക്ട് ചെയ്യുന്നവർക്ക് ഒരു ആവറേജ്, വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റ് എന്ന് പറയാൻ അധികമില്ല. ഇതിനകത്ത് ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അതിൽ തന്നെ അത്യാവശ്യം നല്ല കോഡക്സാണ്. ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഏറ്റവും ചെറിയ പ്ലാന്റായിട്ട് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഇത് 30ൻ്റെ അല്ല 50ൻ്റെ പ്ലാന്റാണ്. അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ആൾറെഡി ഇപ്പോൾ 2 ദിവസം, അതായത് ഇന്ന് വ്യാഴം, വെള്ളി, ശനി ഡ്രൈ ചെയ്തിട്ട് ഞായറാഴ്ച പാക്ക് ചെയ്യും. എന്നിട്ട് മൺഡേ ആണ് ഡെസ്പാച്ച് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊറിയർ കേരളത്തിൽ എവിടെയും കിട്ടും. നമ്മൾ കേരളത്തിലേക്ക് പുറത്ത് അയക്കുന്നില്ല. മൺഡേ ഡെസ്പാച്ച് ഒരു 450 പ്ലാന്റോളം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പാക്കിങ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ കൂടെ നടക്കണം. അപ്പോൾ ഓർഡർ എടുക്കലും എല്ലാം, അതാണ് നമ്മൾ കോൾ ചെയ്യരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്.
പിന്നെ നിങ്ങൾ കളറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഓർക്കുക, കളർ ആർക്കും പറയാൻ സാധിക്കില്ല. അപ്പോൾ താങ്ക് യു.